ഹലോ. എടാ, ഞാൻ എൻ്റെ റെസ്യൂമെ അയച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയോ? എടാ ഒന്ന് റെഫർ ചെയ്യണേ. നീ തന്ന എല്ലാ വേക്കൻസിയിലും ഞാൻ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷേ എടാ, അപ്ലൈ ചെയ്തൊന്നും വന്നിട്ട് കാര്യമില്ല. അവർ കാണുമൊന്നുമില്ല. ആരെങ്കിലും ഒരാൾ റെഫർ ചെയ്താലേ നമുക്ക് എളുപ്പം കിട്ടുകയുള്ളൂ. ആ ആ ശരിയെടാ, മറക്കല്ലേ. ഓക്കെ. ഹലോ. എടാ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. എവിടെ വേക്കൻസി കണ്ടാലും അപ്പോൾ പറയണേ. ജോലി ഭയങ്കര അത്യാവശ്യമാടാ, അതുകൊണ്ടാണ്. എന്ത് വിശേഷമാടാ, ഇങ്ങനെയൊക്കെ പോകുന്നു. മൈൻഡ് ആകെ ഔട്ടായിരുന്നുടാ. പിന്നെ ഞാൻ ആരെയും വിളിക്കാറുമില്ല, ഒന്നിനും പോവാറുമില്ല, ഗ്രൂപ്പിലൊന്നും ഞാൻ കയറാറില്ലടാ. അത് കാരണം ജോലിയൊന്നും നല്ലത് സെറ്റാവുന്നില്ലല്ലോ. അതാ റെസ്യൂമെ അയക്കാനായിട്ട് ഇനി ഈ ഇന്ത്യ മഹാരാജ്യത്ത് കമ്പനികളില്ലടാ. ഞാൻ അത്ര എടുത്ത് റെസ്യൂമെ അയച്ചു, പക്ഷേ ഒരിടത്തൊന്നും ഒരു വിളിയൊന്നും വരുന്നില്ല. എന്താണെന്നറിയില്ല. ജോലിയുണ്ട്, ഇപ്പം ജോലിയുണ്ട്, പക്ഷെ അത് സാലറിയും ഭയങ്കര കുറവാണ്. പിന്നെ ഒരു മെച്ചമുള്ളതല്ലടാ. അതാ നമ്മുടെ ടൈമും പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആ ശരിയാവുമായിരിക്കും. ആ ശരിയടാ. എടാ, നിൻ്റെ അറിവിൽ ഏതെങ്കിലും വേക്കൻസീസ് കാണുവാണെങ്കിൽ ഒന്ന് പറയണേ. റീലൊക്കേറ്റ് ഒന്നും ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ ദുനിയാവിൽ എവിടെ വേണമെങ്കിലും ഞാൻ വരാം, കുഴപ്പമില്ല. നല്ലൊരു ജോലി, നല്ല അത്യാവശ്യം നല്ല സാലറി ആയാൽ മതിയായിരുന്നു. മറക്കല്ലേ. ഓക്കെ. ശരിയടാ. രേഷ്മേ, ആൻറ്റി, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു ആൻറ്റി. നീ എപ്പോഴാണ് ചെന്നൈക്ക് പോകുന്നേ? അവള് പറഞ്ഞല്ലോ നീ ചെന്നൈക്ക് വരുന്നുണ്ടെന്ന്. ചെന്നൈയിലോ? ഞാനോ? ഇല്ല, ഞാൻ പോകുന്നില്ല. അല്ല, അവള് പറഞ്ഞു നീ ചെന്നൈയിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെയോ ഹെൽപ്പ് വേണമെന്നൊക്കെ പറഞ്ഞു. അതായിരുന്നോ? അല്ല ആൻറ്റി, ഞാൻ വേറെ ജോബ് നോക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അവിടെ വേക്കൻസീസ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. അതാണ്. അവളുടെ അവിടെ ഒന്നും കിട്ടുമൊന്നുമില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നോക്കുക വേണ്ട. ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. അവളെന്നോട് പറഞ്ഞിരുന്നു അതൊന്നും നടക്കില്ലെന്നേ. അല്ല, അവളുടെ കമ്പനി തന്നെ വേണമെന്നില്ല. ചെന്നൈയൊക്കെ ആകുമ്പോൾ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അറിയുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുമായിരുന്നു. അവളുടെ കമ്പനി തന്നെ വേണമെന്നില്ല. അവിടെയൊന്നും അങ്ങനെയൊന്നും കിട്ടില്ലെന്നേ. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം, അതൊന്നും നടക്കില്ല. പിന്നെ അവളുടെ കമ്പനിയിലാണെങ്കിൽ തീരെ കിട്ടില്ല. അവൾ പറഞ്ഞിരുന്നു എന്നോട് എന്തൊക്കെയോ ഭയങ്കര നൂലാമലകളാ പോലും. അവിടെ ഒന്നും നോക്കുക വേണ്ടെന്ന്. ശരി ആൻറ്റി, ഓക്കെ. എന്നാൽ ഞാൻ അങ്ങോട്ട്